എന്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ടയാണ്. താമസം എവിടെ? താമസിക്കുന്നില്ല ഈ വീട്ടില്. ഞങ്ങളുടെ ചർച്ച ആക്ട് പ്രകാരമുള്ള ചർച്ചയാണ്. അതായത് സർക്കാർ അംഗീകൃതമായിട്ടുള്ളതാണ്. സാർ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അല്ല, ഇവിടെ ഞാൻ ചോദിച്ചോട്ട്, ഇവിടെ എവിടെ പെന്തക്കോസിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ പെന്തക്കോസിന്റെ ആൾക്കാർ എന്നല്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതിൽ എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ? എല്ലാവരും ക്രിസ്ത്യാനികൾ എന്നുള്ളതല്ല, അവരെ യേശുവിനെ ആരാധിക്കാൻ വരുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. അല്ലാതെ വേറെ മതം മാറ്റ പരിപാടികളോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരവുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടിയവരായിരിക്കുന്നവർ അവരോട് തന്നെ ചോദിച്ചാൽ സാർ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തൊരു ഉത്തരവാണ് കിട്ടിയത്? പറയും, ആരെങ്കിലും ഒരാൾ പറയും നിങ്ങൾക്ക് എന്താണ് ഇതൊന്ന് കിട്ടിയതെന്നുള്ളത് പറഞ്ഞാൽ കാര്യം. നമ്മളിതിൽ ഇരിക്കുന്നവർ പലരും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു ഓർമ്മ വേണം, ഇത് ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പൂജിച്ചാൽ എന്ത് കിട്ടും? യേശുവിനെ പൂജിച്ചാൽ എന്ത് കിട്ടും? പറ, നിങ്ങൾക്ക് അതിൽ നിന്നാണോ കിട്ടിയത്, ഇതിൽ നിന്നാണോ കിട്ടിയത്? എന്നൂടെ പറഞ്ഞേ. ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിട്ടില്ല? ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിട്ടില്ല. പിന്നെ പക്ഷെ ഇതേ ഇവിടെ നടക്കൂല കേട്ടോ. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഇന്ന് ദൈവമായിട്ടാണ് നമ്മളന്ന് ഇതുവഴി വരുത്തിയത്. ഞാൻ RSSന്റെ താലൂക്കിന്റെ സേവാപ്രമുഖാണ്. ഇതിനു മുന്നേ നമ്മളൊരു ദിവസം അവിടെ ഒരു വീട്ടിൽ വന്നിരുന്നു. അത് നിങ്ങളാണെന്ന് അറിയാമല്ലോ. നമ്മളൊരിക്കൽ അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത് പറഞ്ഞോ. അന്ന് നിങ്ങൾ അവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഒന്നും വീടുകളിൽ കയറുവാനോ മതപരിവർത്തനം ചെയ്യാനോ പറ്റത്തില്ല. ഞാനിവിടെ നിങ്ങളുടെ ഒരു വീടുകളിൽ കയറിയിട്ടില്ല. വീട്ടില് ഞാൻ ചോദിച്ചോട്ടെ, വീട്ടില് നിർത്തി പ്രാർത്ഥന നടത്താൻ അടുത്തുള്ള അയൽവാസികളെ വിളിച്ച് പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മതപരിവർത്തനം എന്നല്ലേ അതിന് പറയുന്നത്? അല്ലല്ല അല്ല, ഒരിക്കലും മതപരിവർത്തനമല്ല. ഇവിടെ മതപരിവർത്തനം വന്നാൽ മതപരിവർത്തനം നടത്തിയാലും പിടിക്കില്ല. ഇവരിങ്ങനെ ഇപ്പൊ തന്നെ പിന്നെ സൗകര്യം പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തിന്റെ ജീവിതാനുഭവം അവർ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്രേ ഉള്ളൂ, അല്ല വേറെ ഒരു കാര്യങ്ങളുമില്ല. പിന്നെ സാറ് ഇത് വേണം, നെറ്റിൽ വേണേൽ അടിച്ചു നോക്കിയോ, അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ സർക്കാർ തലത്തിൽ അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം കത്തിനെ കുറിച്ചൊക്കെ. അല്ല ഞങ്ങളിവിടെ ഒരു വീടുകളിൽ നിന്ന് കയറി സാർ ഇവിടുത്താണ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട നിന്നാ പോലെ ഇരുന്നു. പത്തനംതിട്ട ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും സാർ, അന്വേഷിച്ചു. നിങ്ങൾ എത്ര പേരാണ് വരുന്നത്? അതിനകത്ത് കിടക്കുന്നത്? ഇതിന്റെ അകത്ത് ഞങ്ങൾ സൺഡേ സ്കൂളുണ്ട്. പിള്ളേര് പിന്നെ അക്ഷരം പഠിപ്പിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനും എന്റെ വൈഫും ഉള്ളു, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. അതായത് നമ്മളിവിടെ സാറ് തിരക്കിക്കും. ഇവിടെ ഞങ്ങൾ ഒരു വീടുകളിൽ ഇവിടെ ഇപ്പോഴത്തെ സുരേഷ് സാർ താമസിക്കുന്നു. പുള്ളി എന്നെ കുറിച്ച് ചോദിക്കും. നമ്മളിവിടെ ഒരു മനുഷ്യരോട് ഒരു കാര്യം പറയാനോ ആരെങ്കിലും വിളിക്കാനോ നല്ലൊരു കാര്യം തന്നെ നമ്മൾ പോയി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. അല്ല അതെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിലിരിക്കുന്നത് സാധുക്കളായ ആൾക്കാരെ മാത്രമേ ഇവര് ഇങ്ങനെ കൊണ്ടുവരത്തുള്ളൂ കേട്ടാ. ഓർമ്മ വേണം നിങ്ങൾക്ക്, സാധുക്കളായ ആൾക്കാരെ മാത്രമേ ഇവര് ഈ ലെവലിൽ കൊണ്ടുവരത്തുള്ളൂ. മറ്റ് കൃഷ്ണനും ശിവനും ഒക്കെ വേറെയാണ്, യേശു മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അവര് പറയാറുള്ളത്. അങ്ങനെ ഇപ്പൊ അവരാരും പറയത്തില്ല. കാര്യം നമ്മളെ കുത്തിവെക്കുന്നതാണ് അവരൊക്കെ. എന്റെ പേര് ഷിബു. അതാണ് പ്രശ്നം. ഇവിടെ ഉള്ളവരായതുകൊണ്ടാണ് പ്രശ്നം. ലോകത്ത് ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. അല്ല അത് ഏത് ദൈവമാണെന്ന് പറഞ്ഞേ? ഏത് ദൈവമാണ്? എല്ലാം ഒന്ന് തന്നെയാണ്. പ്രശ്നം ഉണ്ടാക്കല്ലമ്മ.
അങ്ങനെയാണെങ്കിൽ അമ്മ വരേണ്ട ആവശ്യമില്ലല്ലോ, ഇതിന് വരേണ്ട ആവശ്യമില്ല. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൂടുതലുള്ള ഒത്തിരി സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഹിന്ദു ആണെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ ഹിന്ദു ആണെന്നല്ലേ അന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവും? ഉണ്ടല്ലോ, അതില്ല, നിങ്ങൾ ഹിന്ദു ആണെന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുവാണ്, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ തെളിവ് ഹിന്ദു ആണെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഉണ്ട്. ശിവറേ അല്ല മോനെ, എന്റെ നമ്പർ കയ്യിലുണ്ട്. എന്നെ സൗകര്യാർത്ഥം ഒന്ന് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. അപ്പൊ മൊത്തത്തിൽ കാര്യം മനസ്സിലാവും. വേറെ ഒന്നും സംസാരിക്കാനല്ല, വേറെ പ്രശ്നങ്ങളും. ആ അതെ, ഭാഗവതം വായിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അതെ, അവര് ദൈവം ഇവര് ദൈവമൊന്നുമില്ല, എല്ലാം ഒരു ദൈവം. പല പേര് വിളിക്കുന്നു. നിങ്ങളെ ആരും ചുറ്റും ചെയ്യാൻ നോക്കേണ്ടത് നിങ്ങളാണ് മാത്രമേ. എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? നിങ്ങൾക്ക് എന്താണ് ഈശ്വരൻ അറിഞ്ഞൂടാ? നിങ്ങൾക്ക് എന്താണ് ഈശ്വരൻ അറിഞ്ഞൂടാ? ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഒരു ശക്തിയേ ഉള്ളൂ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച 5-6 ദൈവങ്ങൾ ഇന്നല്ല സൃഷ്ടിക്കുന്നത്, ഒരൊറ്റ ദൈവം. അത് മനസ്സിലാക്കി നിങ്ങളെ ആരും ചുറ്റും ചെയ്യാൻ നിങ്ങൾക്ക് കൊള്ളാം. മനസ്സിലായല്ല, നമ്മള് വന്നോണ്ട് കയറി സംസാരിച്ചതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, സാരമില്ല. നമ്മളുടെ മനുഷ്യരല്ലേ, ഇപ്പൊ സംസാരിച്ചെന്ന് വരും. നമ്മളാ പല പേര് വിളിക്കും. ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷെ നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഈ വീടുകളിൽ ഇരുന്നുള്ള പ്രാർത്ഥനകൾ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ചെയ്യണ്ട. നിങ്ങൾക്ക് പക്ഷെ ഇന്ന് ഒരു ദിവസം ഈ ഒരു ഞായറാഴ്ച ഞാൻ ഇന്ന് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോവാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ അടുത്ത ആഴ്ച ഇതേപോലെ ഇവിടെ ആളിനെ വിളിച്ചു കൂട്ടിയിരുത്തി പ്രാർത്ഥന വല്ലതും നടത്തുകയാണെങ്കിൽ വിഷയമാവും. പറഞ്ഞു മനസ്സിലായോ? പരിഹരിക്കാനൊന്നുമില്ല, ശ്രദ്ധിക്കാനുമില്ല. നിങ്ങളിനി ഈ ലൊക്കാലിറ്റിയിൽ എവിടെ പോയാലും ഞാൻ വരും. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരാഴ്ച ഞാൻ ഈ വരുന്ന വഴിക്ക് കണ്ടതുകൊണ്ട് നമ്മളെങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഈ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ഇതിവിടെ കാണിച്ചു തരാൻ പറ്റിയത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരാഴ്ച ഇന്ന് ഈ ഞായറാഴ്ച ഈ അടുത്ത ദിവസം ഇതേപോലെ ഇതിനകത്ത് കൊച്ചുങ്ങൾ ഇരിക്കുന്നതാ പറഞ്ഞ പിള്ളേര്. അതെ, അങ്ങനെ തന്നെ സാധാരണ അവർ ചെയ്യാറുള്ളത്. ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അവസാനം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പെന്തക്കോസ് എന്ന്, എന്താണ് ചെയ്യുന്നതെന്നും ഇവരുടെ പ്രവർത്തനം എന്താണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം സഹോദരി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ ചെയ്യാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നായാലും നമ്മൾ താഴെ തട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിൽ കിടന്നാലും താഴെ തട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അതിൽ മുകളിലോട്ടൊന്നും ആരും കൊണ്ടുപോകാൻ പോണില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ കളയും. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് അവർ ചെയ്യാൻ പോണത്, അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. കേട്ടാ, ഇത്രയും ഹിന്ദു ഭവനങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. പറഞ്ഞു മനസ്സിലായി? ഇവിടെ ഉള്ള പയ്യന്മാര് നമ്മളെ അറിയിച്ചിട്ടില്ല. കുറ്റാരോപണം തന്നെയാണ് ഈ ചെയ്തു വച്ചിരിക്കുന്നത്. കേട്ടാ, അധികാരികളെ കാണിക്കാനൊന്നുമില്ല. ഇത് അധികാരികളെ കാണിക്കാൻ? ഇത് പരിഹരിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം എന്തായാലും തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യണമെന്നുള്ളത്. കേട്ടാ, ലോകത്തിൽ അധികാരിയില്ല. ലോകത്തിൽ നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
അതെ, നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത ഞായറാഴ്ച ഇടന്ന് ഞാൻ കാണിച്ചു തരാം. നിയമം എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ഞായറാഴ്ച ഞാൻ കാണിച്ചു തരാം. എന്റെ സ്വാർത്ഥത എന്തൊരു സ്വാർത്ഥത? എന്റെ സ്വാർത്ഥത തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇവിടെ ഒന്നും പ്രാർത്ഥനയ്ക്ക് പാടില്ല, ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തിയല്ല പ്രാർത്ഥന നടത്തേണ്ടത്. പറഞ്ഞു മനസ്സിലായ? നിങ്ങൾക്ക് അത്ര ചുണ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ഇടന്ന് നിങ്ങൾ നടത്തി നോക്കും. ഞാൻ കാണിച്ചുതരാം എന്തിനു വേണോ എന്നുള്ളത്. കേട്ടാ?